പലർക്കുള്ള സംശയമാണ് വെളിച്ചെണ്ണ ആട്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കാറൽ പിടിക്കുക അല്ലെങ്കിൽ വളരെ വേഗം കേടാവുക. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടകളിൽ പോകുന്ന സമയത്ത് അവിടുന്ന് ആട്ടിച്ച വെളിച്ചെണ്ണ വാങ്ങും. അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഒരു ചെറിയ നുറുങ്ങുവിദ്യ ഉണ്ട്. അത് ശരിയായിട്ട് ചെയ്താൽ വെളിച്ചെണ്ണ 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ ഒട്ടും കാറലോ ദുർഗന്ധമോ ഒരു കേടോ ഒന്നും ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും കേട്ടോ. കൊപ്ര നന്നായിട്ട് ഉണക്കിയെടുക്കുക. എന്നിട്ട് ചൂടോടുകൂടെ വാരി മില്ല് കൊണ്ടുപോയിട്ട് ആട്ടിക്കുക. ആട്ടിയ ശേഷം വെളിച്ചെണ്ണ ഒരു ദിവസം മുഴുവനും അങ്ങനെ തന്നെ പാത്രത്തിൽ അടച്ചു വെക്കുക. അടച്ചു വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഊറി വരും കേട്ടോ. അങ്ങനെ അതിൻ്റെ മട്ട് അടിഭാഗത്ത് ഊറിക്കിടക്കുന്നുണ്ടാവും. അത് നമ്മളൊരു വട്ടച്ചെമ്പ് കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുക. അതായത് ഇളക്കാൻ പാടില്ല, ഇളക്കാതെ ഊറി വന്ന വെളിച്ചെണ്ണ ഒഴിക്കുക. കണ്ടോ, ഇങ്ങനെ കിട്ടി. അങ്ങനെ അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരെ വെയിലത്ത് കൊണ്ടുവെക്കുക. നല്ല വെയിൽ വേണം കേട്ടോ. ഇപ്പോൾ വെയിൽ വന്നിട്ടില്ല, സമയം 9 മണി ആയിട്ടേ ഉള്ളൂ. അങ്ങനെ വെയിലത്ത് കൊണ്ടുപോയി വെച്ചു. അതിനുശേഷം ഇത് കണ്ടില്ലേ, അത് വെളിച്ചെണ്ണേൻ്റെ മട്ടാണ് കേട്ടോ. അത് നമ്മളൊരു ദിവസം വെക്കണം എന്ന് പറയാൻ കാരണം ഇതാണ്. ഇനി അത് പറഞ്ഞതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. കന്നാസിലും ഉണ്ട് കേട്ടോ മട്ട്. അങ്ങനെ രണ്ടും കൂടി ഞാനൊരു കുഞ്ഞി ഡവറയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വെളിച്ചെണ്ണ കിട്ടും കേട്ടോ. അത് ഊറണം. വെളിച്ചെണ്ണ കേടാവാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ ആട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് നമ്മളിതിനെ വേർതിരിച്ചെടുക്കണം. അതായത് വെളിച്ചെണ്ണ ഊറി വന്നതിന് ശേഷം ആ വെളിച്ചെണ്ണ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരിക്കലും ഇങ്ങനെ വെക്കാൻ പാടില്ല. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് കുറേ കഴിഞ്ഞാൽ ഇതിനൊരു കാറിൽ ചൊയ വരും. അങ്ങനെയാണ് നമ്മുടെ വെളിച്ചെണ്ണ പെട്ടെന്ന് കേട് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ ആട്ടിച്ച് കൊണ്ടുപോകാൻ പാട്. വെളിച്ചെണ്ണ ഇങ്ങനെ തന്നെ വെച്ചാൽ അത് പെട്ടെന്ന് കേട് വരും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ വെളിച്ചെണ്ണ ഊറിയിട്ട് അത് വേറെ തന്നെ എടുക്കുക. അതിന് ശേഷം പിന്നെ ഇതും വെയിലത്ത് കൊണ്ടുപോയി വെക്കുക കേട്ടോ. അങ്ങനെ രണ്ടും നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, വെളിച്ചെണ്ണേൻ്റെ കളറ് കണ്ടോ? അത് നമ്മൾ ഒരു ദിവസം വെച്ചത് കൊണ്ടാണ് കേട്ടോ. പിന്നെ മോനിതാ വാലിയൊക്കെ ഇട്ട് മൂടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കാക്ക വന്നിട്ട് കൊത്തി കുടിക്കും. അതുകൊണ്ട് പിന്നെ ആ വെളിച്ചെണ്ണ ഇനി എടുത്ത് വയ്ക്കാനുള്ള പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് വെയിൽ കൊണ്ടു അങ്ങനെ വെളിച്ചെണ്ണയിലെ ഈർപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കഴിയുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രങ്ങളിൽ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഈ സ്റ്റീൽ പാത്രം നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം ഈ വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് വെളിച്ചെണ്ണ അങ്ങനെ ഊറി വന്നിട്ടുണ്ട്. അതും അതിലേക്ക് എടുത്ത് ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് കുരുമുളക് നന്നായിട്ട് നല്ലതായിരിക്കണം കേട്ടോ. നല്ല കുരുമുളക്, നല്ല ഉണക്കമുള്ള കുരുമുളക് കുറച്ചെടുത്തിട്ട് ആ വെളിച്ചെണ്ണയിൽ ഞാൻ ഇങ്ങനെ ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. പിന്നെ സ്റ്റീൽ പാത്രത്തിൽ വെളിച്ചെണ്ണ സൂക്ഷിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയ്ക്ക് നല്ല തണുപ്പുണ്ടാവും കേട്ടോ. അത് പെട്ടെന്നൊന്നും കേട് വരില്ല. ഞാനിങ്ങനെയാണ് സ്ഥിരം ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ എത്ര തണുപ്പാണെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ ആക്കുന്ന വെളിച്ചെണ്ണ എടുത്ത് നോക്കിയാൽ അറിയാൻ കഴിയും, അത് പെട്ടെന്ന് കട്ടയാവും. പക്ഷേങ്കിൽ ഇത് കട്ടയാവില്ല കേട്ടോ. ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇനി വെളിച്ചെണ്ണേൻ്റെ മട്ട് കേട്ടോ, അത് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു അടപ്പുള്ള ചെറിയൊരു തൂക്കുപാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. അതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ നമുക്ക് കിട്ടാനുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇതോടുകൂടി നമ്മൾ വെളിച്ചെണ്ണ വെക്കുന്ന സമയത്താണ് കേട്ടോ അത് പെട്ടെന്ന് ചീത്തയാവുന്നത്. അങ്ങനെ അതെല്ലാം കൂടി എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം അടച്ചിട്ട് എന്താ ചെയ്യാമെന്നറിയോ, അത് നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. അടുപ്പൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കുക. അത് ചൂട് പറ്റുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൈക്കും കാലിനൊക്കെ പുരട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നല്ലതാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണേൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇത് കണ്ടിട്ട് കടയിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് വാങ്ങിയ വെളിച്ചെണ്ണയെ പോലെ തോന്നില്ലേ? പക്ഷേ അങ്ങനെയൊന്നുമല്ല.
വെളിച്ചെണ്ണ തണുത്തതിന് ശേഷം മാത്രം പാത്രത്തിലാക്കുക. അതുപോലെ തന്നെ കുപ്പിയിൽ നിന്ന് എണ്ണ എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണോ കയ്യോ അതുപോലെ ഒന്നും ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഒരു കേടും കൂടാതെ ഒരുപാട് നാൾ ഉപയോഗിക്കാൻ കഴിയും.